ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ രാമായണം കഥകൾ 16-ാം തീയതി മുതൽ, അതായത് കർക്കിടകം 1-ാം തീയതി മുതൽ പറയാൻ ശ്രമിക്കുകയാണ്. ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ അത് പറയാനും കേൾക്കാനും. അതിനു മുന്നോടിയായിട്ട് മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. അതുപോലെ തന്നെ ഇന്നലത്തെ ഭാഗം നിർബന്ധമായും എല്ലാവരും കേൾക്കണം. അതിൻ്റെ കണ്ടിന്യൂഷനാണ്. എല്ലാ ദിവസവും വീഡിയോ ഇടും. ഏകാദശിയുടെ വീഡിയോ വരുന്നുണ്ട്, എന്നാലും ആ കൂട്ടത്തിൽ ഇതും വരും. കാരണം എന്നാലേ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാനായിട്ട് പറ്റുകയുള്ളൂ. എല്ലാവരും അത് കേൾക്കണം, നിർബന്ധമായിട്ടും ശ്രദ്ധിച്ചു തന്നെ കേൾക്കണം. ഇന്ന് കേൾക്കുന്നവർ ഇന്നലത്തെ വീഡിയോ കേട്ടിട്ടില്ലെങ്കിൽ അതും കൂടി കേട്ടിട്ട് വേണം ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാനായിട്ട്. അങ്ങനെ ബ്രഹ്മദേവൻ രത്നാകരന് രാമനാമം ഉപദേശിച്ചു കൊടുക്കുന്നു. പറയാൻ കഴിയുന്നില്ല രത്നാകരന്. അങ്ങനെ എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുത്തത്, പറയാനായിട്ട് പഠിപ്പിച്ചു കൊടുത്തത് എന്നൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു. അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അങ്ങനെ ബ്രഹ്മദേവൻ രത്നാകരനോട് പറയുകയാണ്, ഇത് കള്ളമല്ല, ഇത് മഹാദേവൻ പറഞ്ഞു വിട്ടിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ പറയുന്നത്, അതുകൊണ്ട് ജപിച്ചുകൊള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ രത്നാകരൻ അതേ മന്ത്രം ജപിച്ചുകൊണ്ട് അതേ ഇരിപ്പിൽ 6000 വർഷം ഇരുന്നു എന്നാണ് പറയുന്നത്. ചിതൽപുറ്റ് വന്നു മൂടി. ചിതലുകൾ അദ്ദേഹത്തിൻ്റെ മാംസമെല്ലാം തിന്നു തീർത്തു, ശരീരത്തെ അസ്ഥികൂടമാക്കി. ചിതൽപുറ്റിന്മേൽ പുല്ലുകളും മുള്ളും കിളിർത്തു. ആ ചിതൽപുറ്റിലിരുന്നു കൊണ്ട് രത്നാകരൻ രാമനാമം ജപിച്ചു. 6000 വർഷം ബ്രഹ്മദേവൻ്റെ ഒരു നിമിഷമാണ്. ബ്രഹ്മാവ് വീണ്ടും അവിടെ വന്നു. 4 പാടും നോക്കി, ആരെയും കാണുന്നില്ല. രാമനാമം കേൾക്കുന്നുണ്ട്. അതിനുള്ളിൽ രത്നാകരനുണ്ട് എന്ന് മനസ്സിലാക്കി ബ്രഹ്മദേവൻ ദേവേന്ദ്രന് കൽപ്പന കൊടുത്തു, 6 ദിവസം ആ ചിതൽപുറ്റിന്മേൽ നിലയ്ക്കാതെ മഴ പെയ്യട്ടെ. അങ്ങനെ പുറ്റുമണ്ണ് മഴയത്ത് ഒലിച്ചുപോയി. ദിവ്യസ്വരൂപനായ ഒരു മനുഷ്യൻ ആ ചിതൽപുറ്റിൽ നിന്നും പുറത്തേക്ക് വന്നു. അപ്പോൾ ബ്രഹ്മദേവൻ പറയുകയാണ്, നീ രാമനാമം മൂലം മുക്തി നേടിയിരിക്കുന്നു. അതുകൊണ്ട് താങ്കളുടെ പേര് ഇന്നു മുതൽ വാൽമീകി എന്നായിരിക്കും. ഇതിനു മുമ്പ് അങ്ങയുടെ പേര് രത്നാകരൻ എന്നായിരുന്നു. വാൽമീകത്തിൽ നിന്നും പിറന്നതുകൊണ്ട് അങ്ങയ്ക്ക് ഇനി മുതൽ ഈ പേരാണ് ഉചിതം. അതുകൊണ്ട് അങ്ങ് ഇന്നു മുതൽ വാൽമീകി എന്ന് അറിയപ്പെടും. എന്നിട്ട് വീണ്ടും ബ്രഹ്മാവ് പറയുകയാണ്, ഭവാൻ രാമനാമം മൂലം മുക്തി നേടിയിരിക്കുന്നു. താങ്കളുടെ പേര് രത്നാകരൻ എന്നായിരുന്നു. ഇന്നു മുതൽ വാൽമീകി എന്നാണ് അങ്ങ് അറിയപ്പെടുന്നത്. അങ്ങ് രാമപുരാണം രചിക്കുക. ആ രാമനാമം കൊണ്ടാണ് അങ്ങേക്ക് മുക്തി കിട്ടിയത്. ഉടനെ തന്നെ കൈകൂപ്പിക്കൊണ്ട് വാൽമീകി പറയുകയാണ്, ഗ്രന്ഥം എങ്ങനെയിരിക്കും? പുരാണം എന്താണ് കവിത? വൃത്തം എങ്ങനെയിരിക്കും? ഇതൊന്നും തന്നെ എനിക്ക് അറിഞ്ഞുകൂടല്ലോ എന്ന് പറയുകയാണ്. ഇത് കേട്ട് ബ്രഹ്മാവ് സരസ്വതീ ദേവിയെ സ്മരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, താങ്കളുടെ നാവിൽ സരസ്വതി എഴുന്നള്ളും. താങ്കളുടെ മുഖത്തു നിന്നും കവിതയുണ്ടാകും. ഛന്ദസ്സുള്ള ശ്ലോകമായി അങ്ങ് പുരാണം എഴുതും. രാമചന്ദ്രൻ ജനിച്ചു, അതൊക്കെ സത്യമാകും. ഇത്രയും പറഞ്ഞിട്ട് ബ്രഹ്മാവ് സ്വസ്ഥാനത്തേക്ക് മടങ്ങി. വാൽമീകി ഒരിക്കൽ നദീതീരത്ത് മരച്ചൗട്ടിലിരുന്ന് രാമനാമം ജപിക്കുകയായിരുന്നു. ഒരു ക്രൗഞ്ചിയും ആ മരത്തിൻ്റെ കൊമ്പിൽ ഇരിക്കുകയായിരുന്നു. അവ രണ്ടും ശൃംഗാരത്തിൽ മുഴുകി. അപ്പോൾ ഒരു വേടൻ ക്രൗഞ്ചിയെ എയ്തു വീഴ്ത്തി. അത് വന്ന് വാൽമീകിയുടെ മടിയിലേക്കാണ് വീണത്. രാമനെ സ്മരിച്ചുകൊണ്ട് വാൽമീകി ചെവി പൊത്തി, എൻ്റെ മുമ്പിൽ വെച്ച് ഈ പാപി ശൃംഗാരകേളിയിലിരുന്ന ഒരു ജീവനെ നശിപ്പിച്ചല്ലോ, കൊടും പാപി ഈ നരകത്തിൽ പതിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മുനി ശപിച്ചു. പക്ഷിയെ ഓർത്തുള്ള ശോകത്തിൽ ഒരു ശ്ലോകം ഉണ്ടായി. ആ ശോകത്തിൽ നിന്നും മഹത്തായ ഒരു ശ്ലോകമായി അത് മാറി. മാനിഷാധ പ്രതിഷ്ഠാം ത്വമാഗമഃ ശ്വാശ്വതീ സമാഹ യത് ക്രൗഞ്ച മിഥുനാദേകമവതീഹി കാമമോഹിതം. ഇതാണ് അദ്ദേഹം രചിച്ച ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മുനിക്ക് മനസ്സിലായില്ല. ഭരദ്വാജൻ്റെ അടുത്തേക്ക് ചെന്നു.
ഗുരുവും ശിഷ്യനും ഒന്നിച്ചിരിക്കുകയായിരുന്നു. ബ്രഹ്മാവ് നാരദരെ അവിടേക്ക് അയച്ചു. വാൽമീകി ധ്യാനിച്ചിരിക്കുന്നിടത്തേക്ക് നാരദൻ വന്നിറങ്ങി. നാരദരെ കണ്ട് സംഭ്രമിച്ചെഴുന്നേറ്റു പീഠം നൽകി ആ ശ്ലോകം ചൊല്ലിക്കേൾപ്പിച്ചു. നാരദൻ അതിൻ്റെ അർത്ഥം വ്യക്തമാക്കിക്കൊടുത്തു. ഈ ശ്ലോകത്തിൻ്റെ വൃത്തത്തിൽ രാമായണം എഴുതിക്കൊള്ളുക. അങ്ങ് ഉപദേശം സ്വീകരിക്കാൻ അർഹനാണ്. ഞാൻ അങ്ങേക്ക് ഉപദേശം നൽകാം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, സൂര്യവംശത്തിൽ ദശരഥൻ എന്ന രാജാവിന് പുത്രനായി രാവണനെ വധിക്കാൻ ലക്ഷ്മീപതി ജനിക്കും. രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ ഇവർ 4 പേരും 3 ഗർഭപാത്രത്തിലായിട്ടാണ് ജനിക്കുന്നത്. ജനകഭവനത്തിൽ സീതാദേവി പിറക്കും. ചാപഭഞ്ജനം എന്ന വീര്യപരീക്ഷയിൽ സീതാസ്വയംവരം നടക്കും. അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച് രാമൻ വനത്തിലേക്ക് പോകും. സീതയും ലക്ഷ്മണനും അനുഗമിക്കും. സീതയെ രാവണൻ അപഹരിക്കും. രാമൻ സുഗ്രീവനുമായി സഖ്യം ചെയ്ത് ബാലിയെ വധിച്ച് രാജ്യം സുഗ്രീവന് നൽകും. സുഗ്രീവൻ്റെയും മാരുതിയുടെയും സഹായത്താൽ സീതാദേവിയെ കണ്ടെത്തി 10 തലയും 20 കൈകളുമുള്ള രാവണനെ വധിച്ച് നാരായണൻ അയോധ്യാപതിയാകും. അഗസ്ത്യൻ കൽപ്പിച്ച് ദിഗ്വിജയം നടക്കും. മഹാശയൻ വീണ്ടും സീതയെ ഉപേക്ഷിക്കും. 5 മാസം ഗർഭമുള്ള സീതയെ ലക്ഷ്മണൻ ഗോപ്യമായി തപോവനത്തിൽ കൊണ്ടുചെന്നാക്കും. സീതയ്ക്ക് കുശൻ, ലവൻ എന്ന് 2 പുത്രന്മാർ ജനിക്കും. അങ്ങ് അവരെ രാമായണം പഠിപ്പിക്കും. 11,000 വർഷം ഭൂമിയെ ഭരിച്ചിട്ട് മക്കളെ രാജ്യഭാരമേൽപ്പിച്ച് രാമൻ സ്വർഗാരോഹണം ചെയ്യും. ഇത്രയും ഉപദേശിച്ചിട്ട് നാരദര് സ്വർഗലോകത്തേക്ക് പോയി. അപ്പം വാൽമീകി ആദ്യമായി എഴുതിയ കവിതയാണ് മാനുഷാദ എന്ന് തുടങ്ങുന്ന കവിത. ഇതാണ് ലോകത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ ആദ്യത്തെ കവിത. ആദ്യ കവിയാണ് വാൽമീകി. വാൽമീകി എഴുതിയ ആദ്യ കവിതയാണ് മാനുഷാദ എന്ന് തുടങ്ങുന്ന ഈ കവിത. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് വാൽമീകി രാമായണം എന്ന മഹാകാവ്യത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇനി നമുക്ക് അടുത്ത ദിവസം ചന്ദ്രവംശത്തിൻ്റെ കഥ പറയാം. അതുപോലെ തന്നെ രാജാ ഹരിശ്ചന്ദ്രനെ പറ്റി പഠിക്കാനുണ്ട്. ഇതെല്ലാം പഠിച്ച് 16-ാം തീയതി ആകുമ്പോഴേക്കും നമുക്ക് ശ്രീരാമചന്ദ്രൻ്റെ ജനനം മുതൽ പറഞ്ഞു തുടങ്ങാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. കാരണം നമുക്ക് പലർക്കും രാമായണം എങ്ങനെയാണ് ഉത്ഭവിച്ചത് എന്ന് നമുക്കറിയാം, രാമായണത്തിൻ്റെ കഥകളെല്ലാം. പക്ഷേ വളരെ വ്യക്തമായി ആദ്യം മുതൽ മനുഷ്യന് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയ്ക്കൊക്കെ അറിയുന്നത് വളരെ കുറവാണ്. ആ ചെറിയ അറിവ് വെച്ച് നമുക്ക് ഇങ്ങനെ ചെറുതായി പഠിക്കാൻ ശ്രമിക്കാം. എല്ലാവരും കേൾക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. എൻ്റെ പരിമിതമായ അറിവ് വെച്ച് അത് ദൂരീകരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഇന്നലത്തെ ഭാഗം നിർബന്ധമായും കേൾക്കണം. ഇങ്ങനെ കഥകൾ മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങൾ പറയുക. നിങ്ങളും കൂടെ കേൾക്കുന്നുണ്ടെങ്കിലേ എനിക്ക് പറയാനായിട്ട് ഒരു സന്തോഷം തോന്നുകയുള്ളൂ. എപ്പോഴും കേൾവിക്കാരുണ്ടാകണം, അപ്പോഴല്ലേ പറയാനൊരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്. എല്ലാവരും കഥകൾ കേൾക്കട്ടെ, മനസ്സിലാക്കട്ടെ. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കുമെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ. എല്ലാവരും കേൾക്കട്ടെ, എല്ലാവരും രാമനാമം ജപിക്കട്ടെ. ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും വൈകുന്നേരം സന്ധ്യയ്ക്ക് ഇരുന്ന് വിളക്ക് കത്തിച്ച് നാമം ചൊല്ലാനോ രാമായണം വായിക്കാനോ ഒന്നും സമയം കിട്ടിയെന്ന് വരില്ല. അവർ മൊബൈലിൽ രാമായണം കേൾക്കുമ്പോൾ പലപ്പോഴും നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ കഥകളും കൂടെ മനസ്സിലാക്കിയിരുന്നാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാൻ കഥയായി പറയാമെന്ന് വിചാരിച്ചത്. കേൾവിക്കാരുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാം. എല്ലാവരുടെയും അഭിപ്രായം പറയുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് പറയുക.
എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇന്നലത്തെ വീഡിയോ കാണണം. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനലും എല്ലാവരും ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും അഭിപ്രായം പറയുകയൊക്കെ ചെയ്യണം. എല്ലാവരും നാമം ചൊല്ലണം. എല്ലാവരും സന്തോഷമായിരിക്കുക. അതുപോലെ ഏകാദശി വരുന്നുണ്ട്. ഏകാദശി വീഡിയോകളും പ്രധാനപ്പെട്ട ദിവസങ്ങളുടെ വീഡിയോകളും ഒക്കെ ഇനിയുള്ള ദിവസങ്ങളിലിടും. പക്ഷെ ആ കൂട്ടത്തിൽ 2 വീഡിയോ ആയിരിക്കും വരുന്നത് ഇന്നു മുതൽ. കാരണം രാമായണവും ആ കൂട്ടത്തിൽ തന്നെ നടന്നു പോകും. 16-ാം തീയതി മുതൽ ഭഗവാന്റെ ജനനം മുതൽ തുടങ്ങുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് നമ്മളിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഹരേ കൃഷ്ണ.